ഞാൻ നിൽക്കുന്നത് മലാപ്പറമ്പ് ജംഗ്ഷൻ അടുത്താണ്. ആ കാണുന്നതാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ. അതിന് തൊട്ടു ചേർന്നുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ താഴ്ന്നിരിക്കുന്നത്. ഇന്നലെയും ഇന്നൊക്കെയായി നല്ല മഴയാണ് കോഴിക്കോട് ജില്ലയിലുമുള്ളത്. ഇതിനിടയിലാണ് സർവീസ് റോഡ് താഴ്ന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗതാഗതത്തിന് തുറന്നു കൊടുത്ത റോഡാണിപ്പോൾ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഉടൻ തന്നെ മണ്ണുമാന്ത്രി യന്ത്രം എത്തിച്ചുകൊണ്ട് റോഡ് പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി കൂടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു 50 മീറ്ററിലേറെ നീളത്തിൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്ത റോഡ് ഇടിഞ്ഞു താഴ്ന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറിയിലാക്കി റോഡ് പൊളിച്ചിവിടുന്ന് കൊണ്ടുപോവുകയാണ്. അത്രമേൽ ഫിറ്റ്നസ് ഉറപ്പാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്ത റോഡിനാണ് ഈ അവസ്ഥ എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ കാണേണ്ടത്. ഈ ഇടിഞ്ഞതിന്റെ ഒരു എത്രത്തോളം ഇടിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു കാര്യം കാണിക്കാം. ഇവിടെ ഈ കറുപ്പ് ഭാഗം കാണുന്നത് ടാർ നേരത്തെ റോഡ് ഉണ്ടായിരുന്നതിന്റെ ലെവലാണ് ഈ കാണുന്നത്. ഇത്രമേൽ ആഴത്തിലേക്ക് റോഡ് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പൊളിച്ചു നീക്കിയ ഭാഗത്ത് ഇതിനധികം താഴ്ന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഇവിടെ കൃത്യമായി കാണിച്ചു തരാൻ കഴിയുന്ന ഭാഗമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഒരു 20-25 സെന്റിമീറ്റർ എങ്കിലും ഇവിടെ മാത്രം റോഡ് താഴ്ന്നു എന്ന് പറയുമ്പോൾ അത്രമേൽ സോയിൽ ഇറോഷൻ താഴെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇത് കോൺക്രീറ്റ് വാളാണ്. തൊട്ടു താഴെ റോഡ് അണ്ടർ പാസേജ് പോകുന്നു കൂടിയുണ്ട്. അപ്പോൾ അത്രമേൽ ഗുരുതരമായ സാഹചര്യം ഇവിടെയുമുണ്ട്. ഈ റോഡിന് തൊട്ടപ്പുറത്തും സർവീസ് റോഡുണ്ട്. അവിടെയും ഇത്രയില്ലെങ്കിലും റോഡ് താഴുന്നൊരു അവസ്ഥയുണ്ടായി എന്ന് പറയുന്നു. ഇത് റോഡ് പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്ത് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. അവിടെയാണ് ഈ തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ പൊളിച്ചു നീക്കാൻ ഇവർ തയ്യാറാകാൻ കാരണം ഇതിന്റെ ഒരു എന്താണ് സംഭവിച്ചതെന്ന് പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടി കൂടിയായിരിക്കണം പെട്ടെന്ന് തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് പൊളിച്ച് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നീക്കുന്ന ഒരു നിലയുണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ലോറി എത്തിച്ചുകൊണ്ട് റോഡ് ഉടനടി പൊളിച്ചു മാറ്റുകയാണ്.